ഹലോ ഓൾ, വെൽക്കം ബാക്ക് അഗെയിൻ ടു റോജേഴ്സ് ക്ലാസ് റൂം. നമ്മുടെ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ പോർഷനിലേക്ക് നമ്മൾ എത്തി. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വിത്ത് കോംപ്ലക്സ് സൊല്യൂഷൻസ് അല്ലേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നായിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്തു. അപ്പോൾ നമുക്കതിന് റിയൽ സൊല്യൂഷൻ ഇല്ലാത്തൊരു കേസ് വന്നു. അവിടെ നിന്നാണ് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഐഡിയ ഡെവലപ്പ് ചെയ്ത് ഇത്രയും പഠിച്ചു അല്ലേ. നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതിൻ്റെ ഓൾജിബ്രിക് ഓപ്പറേഷൻസ് പഠിച്ചു, പിന്നെ അതിൻ്റെ ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച് നന്നായിട്ട് മനസ്സിലാക്കി അല്ലേ. ഇനിയും നമുക്ക് ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ ഒരു ഇക്വേഷൻ ഒന്ന് കൺസിഡർ ചെയ്തേ. x² + 2 = 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലോ അല്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം ഒന്നും കൂടി ഞാനിവിടെ എഴുതാണ്. ax² + bx + c = 0. കഴിഞ്ഞിട്ടില്ല. a not = 0. a 0 ആവാൻ പാടില്ല. a 0 ആയിക്കഴിഞ്ഞാൽ x² എന്നുള്ള ടേം അവിടെ വാനിഷ് ആവും. അപ്പോൾ അത് ഒരു ലീനിയർ ഇക്വേഷനാണ്. പക്ഷേ ബിയും സിയും ഒക്കെ 0 ആകാം, നോ പ്രോബ്ലം. ഇവിടെ b 0 ആണ് അല്ലേ, എക്സിൻ്റെ ടേം ഇല്ല. ഇതിന് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഞാനപ്പോൾ x² = എന്ത് വരും? -2 എന്ന് വരും. അപ്പോൾ x = എന്താണ്? √2 എന്ന് വരും. ഇങ്ങനെ വന്നുകൊണ്ടല്ലേ നമ്മൾ നോൺ റിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ആദ്യം ഇതിനെ അങ്ങ് മാറ്റി നിർത്തിയത് അല്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ ഇതിനെ മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ, 10th പഠിച്ചപ്പോൾ. അപ്പോൾ ഇവിടെ ഇനി നമുക്കറിയാമല്ലോ, -√2 എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെ എഴുതുന്നേ? ദാറ്റ് ഈസ് ഈക്വൽ ടു √2 × -1 എന്ന് എഴുതാം. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് √2 × √1 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു √2i ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? √2i ആണ് ഉണ്ടോ. ഇപ്പം നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ പഠിച്ചതുകൊണ്ട് നമുക്കറിയാം, ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നാൽ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിത്ത് നോൺ റിയൽ സൊല്യൂഷൻ അല്ലെങ്കിൽ കോംപ്ലക്സ് സൊല്യൂഷൻ. അതിപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? √2i ആണ്. ഇനി നമ്മൾ പറഞ്ഞു ഇതൊരു കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. ഇതിന് റിയൽ പാർട്ട് ഇല്ല അല്ലേ. a + bi ഫോമിലാണെങ്കിൽ bi എന്നുള്ള പോർഷൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പ്യുവർലി ഇമാജിനറി ആണ്. ഇതിനെയും നമുക്ക് എവിടെ റെപ്രസെൻറ്റ് ചെയ്യാം? നമ്മുടെ അർഗണ്ട് പ്ലെയിനിൽ ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അതെല്ലാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ കേസ് നിങ്ങൾക്ക് പിടികിട്ടിയോ? ഒരു കാര്യം കൂടി ഉണ്ട്, ഇവിടെ +or- എന്ന് ഇടണം കേട്ടോ. ഞാനും അത് വിട്ടുപോയി, അത് മറന്നു പോരുത്. +or- എന്ന് ഇടണം. കാരണം √of എനിത്തിങ് എന്ന് പറയുന്നത് എന്താ? പ്ലസ്സും ആകാം മൈനസും ആകാമല്ലോ അല്ലേ. ഇപ്പം -√2 × -√2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 2 കിട്ടും. √2 × √2 ചെയ്താലും ഇതേ 2 തന്നെ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഈ രണ്ട് കേസും ആപ്ലിക്കബിൾ ആണ്. എന്തിൻ്റെ സ്ക്വയർ റൂട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? +or- എന്ന് എഴുതണം. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി. പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 2 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, എങ്കിലും അതെന്താണ്? √2 എന്നല്ലേ നമുക്ക് അതിൻ്റെ റൂട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതൊരു √16 എന്നായിരുന്നെങ്കിലോ അത് പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് 4 കിട്ടും. നമ്മൾ +or- -4 എന്ന് എഴുതും അല്ലേ. √15 ആണെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ എന്താണ്? √15 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ +or- √15 എന്ന് വേണം എഴുതാൻ. അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നമുക്ക് വേറൊരു ഇക്വേഷൻ അതുപോലെ ചെയ്ത് നോക്കാം. x² + x + 1 = 0 ഉണ്ടോ. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ജസ്റ്റ് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഉള്ള ട്രാൻസ്പോസിഷൻ വഴി കിട്ടില്ല. ഇവിടെ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോമിൽ അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണ്? x = -b +or- √of b² - 4ac / 2a. ഇതാണ് നമ്മുടെ ഡിസ്ക്രിമിനൻ്റ്. നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഫോമുല എന്ന് പറയുന്നത് അതിൽ b² - 4ac ആണ് നമ്മുടെ ഡിസ്ക്രിമിനൻ്റ്. നമ്മൾ പഠിച്ചാണ് അതെല്ലാം അല്ലേ. ഇനി ഇവിടെ പുട്ട് ചെയ്ത് നോക്കി, ദിസ് ഈസ് ഈക്വൽ ടു -b എന്ന് പറയുമ്പോൾ എന്ത് വരും? അപ്പോൾ നമുക്ക് എയും ബി ഒക്കെ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും അല്ലേ. a എന്താണ്? a = x² കോഎഫിഷ്യൻ്റ് ആണ്, അത് 1 ആണ്. b = 1, c ഓൾസോ = 1. ഇതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് പിക്ക് ചെയ്തിടാം. അപ്പോൾ -b എന്ന് പറയുമ്പോൾ -1 +or- √of b² എന്ന് പറയുമ്പോൾ 1² ആണ്, അത് 1 തന്നെ, -4 × a × c 4 തന്നെ, 1 - 4 the whole divided by 2 × 1 is 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -1 +or- √of -3 the whole divided by 2 എന്ന് വന്നു. ഇത്രയും ക്ലിയർ ആയോ അല്ലേ? ഇത്രയും വരെ എത്തി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് -√3 കാണാൻ സാധാരണഗതിയിൽ പറ്റില്ല, അതുകൊണ്ട് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളത് പഠിച്ചു. അപ്പോൾ നമുക്ക് എന്ത് വരും? -1 +or- √3i എന്ന് എഴുതാം അല്ലേ. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ
നെഗറ്റീവ് സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് വന്നാൽ ആ ക്വാണ്ടിറ്റി ഇൻറ്റു ഐ എന്നങ്ങ് റെപ്രസെൻറ്റ് ചെയ്യാം നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. ഇത്രയും തന്നെ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇനി A+IB ഫോമിലല്ല എന്നൊരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിലോ ആ ബൈ 2 നമ്മളങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ -1/2 പ്ലസ് ഓർ മൈനസ് √3/2 ഇൻറ്റു ഐ ഉണ്ടോ. അപ്പോൾ 2 പോസിബിലിറ്റീസ് ഉണ്ടല്ലോ, 2 സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഇതിനെ ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ഇത്ര എഴുതുമ്പോൾ തന്നെ നമ്മുടെ ആൻസറായി. എങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് 2 സൊല്യൂഷൻസ് ഏതൊക്കെയാണ്? -1/2 പ്ലസ് √3/2 ഐ, രണ്ടാമത്തതോ -1/2 മൈനസ് √3/2 ഐ ഉണ്ടോ. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം എഴുതിയാൽ തന്നെ കറക്റ്റാണ്. എങ്കിൽ സമയമുണ്ട്, നിങ്ങൾക്ക് കോൺഫിഡൻസും ഉണ്ട്, എങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടി എഴുതിയാൽ വെരി വെരി ബെറ്റർ, ഫാർ ബെറ്റർ. ഓക്കെ, അതൊക്കെ നമുക്കൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും കേട്ടോ. ഞാൻ ഒരു പോയിന്റും കൂടി പറഞ്ഞോട്ടെ പെട്ടെന്ന്. നമ്മളെല്ലാം സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത് മതി സത്യത്തിൽ അല്ലേ. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി ഇല്ല, അത് മതിയോ എന്ന് ചോദിച്ചാൽ മതി. എങ്കിലും നമുക്കൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എക്സാമിന്. നമ്മളെക്കുറിച്ചുള്ള ഒരു ഓവറോൾ ഇംപ്രഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഏത് ടെസ്റ്റിലാണെങ്കിലും കേട്ടോ. ഇതൊരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഒന്നും അല്ലല്ലോ നമ്മൾ എന്തായാലും എഴുതുന്നത്. PSC ടെസ്റ്റ് പോലത്തെ ടെസ്റ്റാണ്. അവിടെ നമ്മളെ ഓരോ മെഷീനാണ് അവിടെ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. OMR എന്ന് പറയും, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. അതുപോലത്തെ ഒരു എക്സാം അല്ലല്ലോ എന്തായാലും നമ്മളുടെ മാത്സ് എക്സാം ഒന്നും. അതുകൊണ്ട് എന്താണ് നമ്മളെങ്ങനെ എഴുതിയിരിക്കുന്നത് അല്ലേ, നമ്മളുടെ ഒരു ഓവറോൾ ഇംപ്രഷൻ എന്താണ്. ഒരു ടീച്ചർ നമ്മുടെ ബോർഡ് എക്സാമിന് നമ്മുടെ ടീച്ചറല്ല കറക്റ്റ് ചെയ്യുന്നത്, ഏത് ടീച്ചറാണെങ്കിലും ആ ടീച്ചറിന് എന്ത് ഇംപ്രഷനാണ് നമ്മുടെ പേപ്പറിനെ കുറിച്ച് കിട്ടുന്നത്, ആ കുട്ടി എങ്ങനെ എഴുതിയിരിക്കുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു ഓവറോൾ ഇംപ്രഷൻ അത് നമ്മുടെ മാർക്കിനെ നന്നായിട്ട് ബാധിക്കും. ചിലപ്പോൾ നമ്മുടെ ഗ്രേഡൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ചിലപ്പോൾ ആ ഇംപ്രഷനിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടീച്ചർ നന്നായിട്ട് ഇംപ്രസ്ഡ് ആയിട്ട് ആ ടീച്ചർ തന്നെ ആഗ്രഹിക്കണം നമുക്ക് ഈ കുട്ടിക്ക് A+ എന്തായാലും കിട്ടണമെന്ന് ആ ടീച്ചർ തന്നെ ആഗ്രഹിക്കണം. മനസ്സിലായി? അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിലേക്ക് വേണം നമ്മൾ എഴുതാൻ. ഇത് ഓൾ ഓൺ എ സഡൻ വരില്ല, അതുകൊണ്ട് ഞാനിത് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, നമ്മുടെ എല്ലാ ആൻസറിലും ഒരു ജസ്റ്റ് ഒരു ആൻസർ എന്തെങ്കിലും അത് മതി എന്നുള്ളൊരു ഭാവം നമുക്ക് പാടില്ല. നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആൻസർ കഴിയുമെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കില്ലല്ലോ, ഒരു 10 സെക്കൻഡ് എടുക്കുമോ നമുക്ക് ഈ ഒരു സ്റ്റെപ്പും കൂടി എഴുതാൻ. വേണമെങ്കിൽ ഇതും കൂടി അങ്ങ് എഴുതാമല്ലോ ഉണ്ടോ. അപ്പോൾ എത്ര പേര് എഴുതും? 10 പേരെടുത്താൽ ചിലപ്പോൾ 8 പേര് എഴുതില്ല, 2 പേര് എഴുതുള്ളൂ. അപ്പോൾ അത് എക്സ്ട്രാ ഇംപ്രഷനാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾ എടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങളത് ഡിസ്കാർഡ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് ഇതുപോലെ പോവാം. അടുത്തത് √5x² പ്ലസ് x പ്ലസ് √5 = 0. ഇതാണ് നമ്മുടെ അടുത്ത ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് എയും ബിയും സി ഒക്കെ പെട്ടെന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. A = √5, B = 1, C = √5 ഉണ്ടോ. ഇനി നമുക്ക് പിക്ക് ചെയ്തിടാൻ വളരെ ഈസി ആയിരിക്കും. ഇനി നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുലയിൽ പിക്ക് ചെയ്യുക. x = -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b² - 4ac the whole divided by 2a ആണ്, which is equal to -1 plus or minus square root of b² is 1² which is 1 itself minus 4 into ac √5 into √5 അല്ലേ, the whole thing divided by 2 into √5 ആണോ. ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. which is equal to -1 plus or minus square root of 1 minus √5 into √5 is 5. So 5 4s are 20. So 1 minus 20 the whole thing divided by 2 √5 which is equal to -1 plus or minus square root of -19 the whole divided by 2 √5. ഈ -19 നമ്മൾക്ക് എങ്ങനെ എഴുതാമെന്ന് നമ്മൾ പറഞ്ഞു. ഒറ്റയടിക്ക് നമുക്കത് 19i എന്ന് എഴുതാമല്ലോ. √19i കേട്ടോ, സോറി √19i. അപ്പോൾ -1 പ്ലസ് ഓർ മൈനസ് √19 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അതൊരു പ്രൈം നമ്പറും കൂടി, നമുക്കൊന്നും ചെയ്യാനില്ല അതിന്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 19i ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 √5 എന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? therefore the solution is അല്ലോ, നമ്മൾ ഇങ്ങനെ ഒരു സെൻറ്റൻസിലൊക്കെ എഴുതിയാൽ എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കി. therefore the solution is x is equal to എന്ന് പറഞ്ഞു എഴുതണം. എക്സിൻ്റെ വാല്യൂ അല്ലേ ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. x is equal to എന്താണ്? -1/2 √5 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 19/2 √5 ഇൻറ്റു i. ഇതാണ് നമ്മുടെ ആൻസർ. ഇത്രയും എഴുതിയാൽ പെർഫെക്റ്റ് ആൻസറായി. അപ്പോൾ ഇത്രയും കാര്യം പിടികിട്ടിയോ ഉണ്ടോ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്തായിരുന്നു? കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നായിരുന്നു. അതിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന പോർഷനിൽ ഇത്രയേ ഉള്ളൂ ആകെ പഠിക്കാൻ.
നമ്മൾ പഠിച്ചിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ആ ഒരു കേസ് മാത്രം അല്ലേ, വെൻ ഡിസ്ക്രിമിനന്റ് ഈസ് ലെസ് ദാൻ 0, ആ കേസ് നമ്മൾ മാറ്റി നിർത്തി അതിവിടെ ഡിസ്കസ് ചെയ്തു, കഴിഞ്ഞു, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞല്ലോ, ഉണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൽ കുറേയും കൂടി നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതായിരുന്നു? പോളാർ റെപ്രസെൻറ്റേഷൻ ആണ് കേട്ടോ. അതിൻ്റെ വീഡിയോ നിങ്ങൾ നിർത്തി മനസ്സിലാക്കി കണ്ടാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് ഇതിൻ്റെ അകത്ത് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള എക്സസൈസ് ആണ്, എക്സസൈസ് 5.3 ആണ്. അതിൽ നമ്മളൊന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ x² + 3 = 0 അല്ലേ, നമ്മൾ നോക്കി ടൈപ്പാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അതിൽ കുറേ എക്സസൈസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാറുണ്ട്. 2x² + x + 1 ജസ്റ്റ് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി, നോ കൺഫ്യൂഷൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ചെറിയ ഡിഫറൻസ് ഉള്ളത് മാത്രം ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചത്. ഇപ്പോൾ 4th വൺ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാം, എങ്കിലും അതിലൊരു -x² + x - 2 എന്നുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ, വളരെ ക്വിക്കായിട്ട് അതൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ളത് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതാണ്? 4th വണ്ണാണ് നമ്മളിതിൽ ചെയ്യുന്നത്. എങ്ങനെയാണ്? -x² + x - 2 = 0 ആണ്. ദാറ്റ് ഈസ് സെയിം ആസ് ത്രൂ ഔട്ട് നമ്മളൊരു മൈനസിൽ ചേഞ്ച് കൊടുക്കാമല്ലോ. ത്രൂ ഔട്ട് നമുക്ക് ലെഫ്റ്റിനെയും റൈറ്റിനെയും -1 വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എന്ത് വരും? ഇത് x², അതറിയാമല്ലോ നിങ്ങൾക്ക് അല്ലേ, -x. അപ്പോൾ ഇവിടെ റൈറ്റിൽ 0 ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ പറ്റുന്നത്. റൈറ്റിൽ ഇനിയിപ്പോൾ 0 അല്ലെങ്കിലോ അവിടെയും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? സൈൻ ചേഞ്ച് കൊടുക്കുക. പ്ലസ് ഉള്ളതൊക്കെ മൈനസ് ആക്കുക, മൈനസ് ഉള്ളത് പ്ലസ് ആക്കുക, രണ്ട് സൈഡിലും അറിയാമല്ലോ നിങ്ങൾക്കത്. അപ്പോൾ x² - x + 2 = 0 എന്ന് വരും. ഇനി ചെയ്യാൻ നിങ്ങൾക്ക് ഈസി അല്ലേ ഉണ്ടോ? അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ, വളരെ ഈസി അല്ല. ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഇനി ഇതൊന്ന് നോക്കിക്കേ, 7th വൺ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ √5 ഒരു കേസ് ചെയ്തു അല്ലേ, √5 x² ഒരു പ്രോബ്ലം ചെയ്തല്ലോ, അതുപോലെ ഈസി ആയിട്ട് ചെയ്യാം. ചെയ്ത് നോക്കണം, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നിങ്ങളിതെല്ലാം സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടിരിക്കുന്നു ആ ഒരു കേസ്, ആ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇപ്പോൾ സ്കിപ്പ് ചെയ്യുന്നത് ബുദ്ധിയല്ല. ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാലോ അത് അപ്പം തന്നെ നിങ്ങൾ പഠിച്ചു. ഓക്കെ, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അടുത്തൊന്ന് ഇതൊന്ന് ചെയ്ത് നോക്കാം, 8th വൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 8th വൺ എന്താണ്? നമ്മുടെ ഇക്വേഷൻ എന്താണ് 8th വണ്ണിൻ്റെ? √3x² - √2x + 3√3 = 0. ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഒരു ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റില്ല കേട്ടോ, അത് എന്താണ്, റിയൽ സൊല്യൂഷൻ ഉള്ള ഒരു ഇക്വേഷൻ ആണോ കോംപ്ലക്സ് സൊല്യൂഷൻ ആണോ എന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഈ ചാപ്റ്ററിൽ തരുമ്പോൾ നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും, അത് കോംപ്ലക്സ് സൊല്യൂഷൻ ആയിരിക്കും അല്ല. അപ്പോൾ a = √3, b = ശ്രദ്ധിക്കുക -√2 ആണ് കേട്ടോ, ആ മൈനസ് ഒന്നും വിട്ടുപോരുത്. c = 3√3 ഉണ്ടോ. ഇത് ഒരു തവണ കെയർഫുൾ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇനി ഈസിയാണ്, ഇനി പിക്ക് ചെയ്തിട്ടാൽ മതി. ഓക്കെ, ഓരോ തവണയും ഇക്വേഷനിൽ നോക്കേണ്ടി വരുന്നത് ബുദ്ധിയല്ല. അപ്പോൾ നമ്മൾ എന്താണ്? x = -b ± √b² - 4ac the whole thing divided by 2a, which is equal to -b means minus of -√2, that is √2 plus or minus square root of b² ആണ്. എന്നാൽ -√2ൻ്റെ സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടുക? 2 തന്നെ കിട്ടും. 2 minus 4 into, അല്ലാതെ സെപ്പറേറ്റ് ഇട്ട് നോക്കാം കേട്ടോ, അതൊക്കെ 4 into a into c, a എന്ന് പറഞ്ഞാൽ √3 into c എത്രയാണ്? 3√3. അതിൽ 4 3s are 12 ആണ്, √3 into √3 ആണ്. 12 into 3 എത്രയാണ്? 36. മനസ്സിലായോ അതെങ്ങനെ ഇടുന്നതെന്ന്? ഉണ്ടോ, ഈസി ആയിട്ട് ഇട്ടൂടെ അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് കോളത്തിൽ ചെയ്ത് നോക്കാട്ടോ, ഇതെല്ലാം മനസ്സിൽ തന്നെ എല്ലാം ചെയ്ത് തെറ്റിക്കരുത്. അപ്പോൾ 2 - 36. ഓക്കെ, ദ ഹോൾ തിങ് ഡിവൈഡഡ് ബൈ 2a, ദാറ്റ് ഈസ് 2√3. ഇത്രയും വരെ ക്ലിയർ ആയോ? വിച്ച് ഈസ് ഈക്വൽ ടു √2 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 - 36 എന്ന് പറയുമ്പോൾ -34 എന്ന് വരും. ആണോ? -34 the whole divided by 2√3. അത് നമുക്കൊന്നും ചെയ്യാനില്ല. which is equal to √2 plus or minus square root of -34 നമുക്ക് എങ്ങനെ എഴുതാം? √34 i എന്ന് എഴുതാം അല്ലേ? ഇത് divided by 2√3. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്താൽ മതി? ഇപ്പം തന്നെ ആയി സൊല്യൂഷൻ. ഇനി എന്തെങ്കിലും കൂടി അവിടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതണമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമുക്കൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യാം. √2 പ്ലസ് ഓർ മൈനസ് √34നെ √17 into 2 എന്ന് എഴുതാമല്ലോ. അത് ഇൻറ്റു i ദ ഹോൾ ഡിവൈഡഡ് ബൈ 2√3 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു √2 പ്ലസ് ഓർ മൈനസ് √17
ഇൻറ്റു √2 ഇൻറ്റു ഐ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഈ താഴെയുള്ള 2വിനെ ഞാൻ √2 ഇൻറ്റു √2 എന്നങ്ങ് എഴുതി. കാരണം എനിക്ക് മുകളിൽ 2 √2നെ ക്യാൻസൽ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. ഇങ്ങനെ ഞാൻ എഴുതി. ഇത്ര വരെ ക്ലിയർ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു മുകളിൽ നിന്നൊരു √2 ഞാൻ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ എനിക്ക് എന്താണ് 1 ± √17i. ഓക്കെ, ദ ഹോൾ തിങ് ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു ബാക്കി ഈ √2 ഇൻറ്റു √3നെ ഞാൻ √2 ഇൻറ്റു 3 എന്ന് ഒരുമിച്ചങ്ങ് എഴുതാമല്ലോ. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഈ √2 ഈ √2 അങ്ങ് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ എൻ്റെ ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 1 ± √17 ഇൻറ്റു ഐ ദ ഹോൾ ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു 3 6 ആണ്. ഇതാണ് ആൻസർ. മനസ്സിലായോ? ഇനി നിങ്ങൾ ഇത്രത്തോളം എഴുതിയില്ല, നിങ്ങളുടെ ഈ സ്റ്റെപ്പ് വരെ എഴുതിയിട്ടുള്ളെങ്കിലും അത് ആൻസർ കറക്റ്റ് തന്നെ കേട്ടോ. ഇങ്ങനെ എഴുതിയാലും ആൻസർ കറക്റ്റ്, മാർക്കൊന്നും കുറയില്ല. പിന്നെ ഞാൻ പറഞ്ഞ ആ പെർഫെക്ഷൻ എലമെൻ്റാണ് ഇവിടെ വർക്കൗട്ട് ആയേക്കുന്നത്. ഏറ്റവും സിംപ്ലിഫൈഡ് ടേംസിൽ എഴുതുക. ഇനി എങ്ങാനും ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കേട്ടോ, നമുക്ക് ജസ്റ്റ് ഈ എക്സാം ഒന്ന് പാസ്സാവുമെന്ന് മാത്രമല്ലല്ലോ, നമ്മളെല്ലാ കാര്യങ്ങളും എസ്പെഷ്യലി ഇൻ മാത്സ് നമ്മൾ ഏറ്റവും ഫൈനൽ സ്റ്റെപ്പ് വരെ ചെയ്ത് ശീലിക്കണം. കാരണം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, എൻട്രൻസ് ടെസ്റ്റുകൾ, ഇതിലൊക്കെ ഓപ്ഷൻസ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് നമ്മൾ നിർത്തുന്ന ആ സ്റ്റെപ്പിലായിരിക്കും ആൻസർ ഉണ്ടാകുന്നത്, അല്ലല്ലോ. ഫൈനൽ ഏറ്റവും സിംപ്ലിഫൈഡ് ആൻസർ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഏറ്റവും മാക്സിമം സിംപ്ലിഫൈഡ് ആൻസറിലേക്ക് എത്തിക്കാനായിട്ട് എപ്പോഴും ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയല്ലോ അല്ലേ? അങ്ങനെയെങ്കിൽ ഒരെണ്ണം കൂടി നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. ടെക്സ്റ്റിലെ എക്സസൈസ് തന്നെ നമ്മുടെ എക്സസൈസ് 5.3 തന്നെ ഉള്ളതാണ്. x² + x + 1/√2 = 0. ഇതാണ് ആ ഇക്വേഷൻ. a = 1, b = 1, c = 1/√2. x = -b ± √b² - 4ac the whole thing divided by 2a, which is equal to -1 ± √b² എന്ന് പറയുമ്പോൾ 1 minus 4 into 1 a into c is 1/√2. The whole thing divided by 2 into 1 is 2 itself, which is equal to -1 ± ഈ സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് കിടക്കുന്ന കാര്യത്തിനെ ഞാൻ ഇവിടെ സെപ്പറേറ്റ് ഇട്ടൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അതായത് 1 - 4 into 1/√2 എന്നാണ് കിടക്കുന്നത് അല്ലേ? അത് നമുക്ക് എങ്ങനെ എഴുതാം? 1 - 4നെ 2 into 2 എന്ന് എഴുതാമല്ലോ. 2 into 2 എന്ന് എഴുതാം. ഈ 2നെ √2 into √2 എന്നും എഴുതാം. അപ്പോൾ ഇൻറ്റു 1/√2 വരുമ്പോൾ എന്തായി? ഈ 1/√2 ഈ √2 ക്യാൻസൽ ആയി. അപ്പോൾ നമുക്ക് 1 - 2√2 എന്ന് കിട്ടും. ഇതൊന്ന് വേണമെങ്കിൽ മനസ്സിലായിട്ടില്ല എന്നാൽ റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കാം കേട്ടോ. ഞാൻ പ്രൊസീഡ് ചെയ്യാണ്. അപ്പോൾ എന്താണ് സിംപ്ലിഫൈഡ് ആയിട്ട് കിട്ടുന്നത്? 1 - 2√2 the whole thing divided by 2 എന്ന് കിട്ടും കേട്ടോ. മനസ്സിലായോ? ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ വീഡിയോ ലെങ്തി ആക്കാതിരിക്കാനാണ് സ്കിപ്പ് ചെയ്യുന്നത് അതെല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? -1 ± √1 - 2√2 by. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മൾ ചെയ്തതുപോലെ ഒരു ഐ പുറത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? തിങ്ക് ചെയ്തേ. നമുക്കിത് 1 - 2√2നെ വേറൊരു നമ്പർ ആക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഐ പുറത്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതൊരു ഇമ്പോർട്ടൻ്റ് ടൈപ്പാണ്, ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഐ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഐ എടുക്കണ്ടേ? ഐ എടുത്താലല്ലേ റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട് എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഐ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഐ എന്ന് പറഞ്ഞാൽ √-1 ആണ് അല്ലേ? അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി നോക്കിയാൽ -1 ± ഈ കിടക്കുന്ന സംഗതി ഏതായത് 1 - 2√2 എന്നുള്ളതിനെ ഞാൻ മറിച്ചെഴുതാൻ പോകും. അതായത് a - b is same as b - a into -1 ആണോ? തിങ്ക് ചെയ്ത് നോക്കിയേ. a - b നെ എനിക്ക് എങ്ങനെ എഴുതാം? b - a into -1 എന്ന് എഴുതാം. b - a ചെയ്തിട്ട് നെഗറ്റീവ് അല്ലേ a - b. അപ്പോൾ ഇൻറ്റു -1 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഞാനത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെ എഴുതാണ്? ഇവിടെ b - a എന്ന് പറയുമ്പോൾ 2√2 - 1 എന്ന് എഴുതി. അത് ദ ഹോൾ തിങ് ഇൻറ്റു -1 എന്ന് എഴുതി. അപ്പോൾ ദ ഹോൾ റൂട്ട് ആയല്ലോ, ഡിവൈഡഡ് ബൈ 2. അടുത്ത സ്റ്റെപ്പ് അപ്പോൾ എന്ത് വരും? which is equal to
-1 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 2√2 മൈനസ് 1 i എന്ന് വരും. കാരണം ഈ സ്ക്വയർ റൂട്ട് ഓഫ് i സെപ്പറേറ്റ് ആയില്ലേ ഇപ്പോൾ. സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ i എന്ന് വരും. ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടും കൂടി നമുക്കിപ്പോൾ അങ്ങ് മനസ്സിലാക്കി പോവാം. ഇതാണ്, ശ്രദ്ധിക്കുക. അതായത് ഒരു കോംപ്ലക്സ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ നമുക്ക് എങ്ങനെ ക്വിക്കായിട്ട് ചെയ്യാം. ഇത്ര ഒന്നും തിങ്ക് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലായിരിക്കാം ചിലപ്പോൾ, അല്ലേ? ഇപ്പോൾ തിങ്ക് ചെയ്യാതെ ക്വിക്കായിട്ട് എങ്ങനെ ആൻസർ കിട്ടുമെന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഒന്ന് ശ്രദ്ധിച്ചേ. അതായത് x is equal to -b plus or minus square root of b square minus 4ac the whole thing divided by 2a ആണ് നമ്മുടെ സൊല്യൂഷൻ. ഇതിൽ നമുക്കറിയാം നമ്മൾ എന്ത് ഇത്ര പെട്ടെന്ന് ഡിസ്കസ് ചെയ്യുന്നത് b square minus 4ac നെഗറ്റീവ് ആവുന്ന കേസിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു i നമുക്ക് പുറത്തെടുക്കണ്ടേ? അതിന് ഇങ്ങനെ ചെയ്താൽ മതി ക്വിക്കായിട്ട്. അത് നമ്മൾ ചുമ്മാ അങ്ങ് പഠിക്കുകയല്ല, നമ്മളിവിടെ ചെയ്ത് ബോധ്യപ്പെട്ടതിന് ശേഷം പഠിക്കുകയാണ്. ഇതെങ്ങനെ ചെയ്യും? അപ്പോൾ -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഈ ബി സ്ക്വയർ മൈനസ് 4ac അതാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, നമ്മളിവിടെ ഒരു റെക്റ്റാങ്കിളിൽ വരച്ചേക്കുന്നത് അല്ല. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ വന്നപ്പോൾ അതിന് നേരെ ഇൻവേഴ്സ് ചെയ്തു, അല്ലേ? a മൈനസ് ബിനെ b മൈനസ് എ എന്നാക്കിയത്. നമുക്കിവിടെ എന്ത് ചെയ്യാം? 4ac മൈനസ് ബി സ്ക്വയർ എന്നെടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ക്വയർ റൂട്ട് ഓഫ് -1 വരും. അപ്പോൾ ഇവിടെ ഒരു i കിട്ടാൻ മതിയല്ലോ. ദ ഹോൾ ഡിവൈഡഡ് ബൈ 2a ഉണ്ടോ? അപ്പോൾ ഇത് മനസ്സിലായെങ്കിൽ ഇനി നിങ്ങൾ എന്ത് മാത്രം ഓർത്താൽ മതി? ഈ ഒരു ഫോർമുല മാത്രം ഓർത്താലും മതി. എന്താണ് ആ ഫോർമുല? നമുക്ക് ഡയറക്റ്റ്ലി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ക്വാഡ്രാറ്റിക് ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്തതിനെ ഡയറക്റ്റ്ലി ഒറ്റടിക്ക് ഒരു 1 or 2 സ്റ്റെപ്സ് നമുക്ക് എന്ത് ചെയ്യാം? അതിന് ഒരു കോംപ്ലക്സ് സൊല്യൂഷൻ്റെ ഫോർമുല എഴുതാം. അതിന് എന്ത് ചെയ്താൽ മതി? -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഈ b സ്ക്വയർ മൈനസ് 4ac തിരിച്ചങ്ങ് എഴുതുക. 4ac മൈനസ് b സ്ക്വയർ എഴുതുക. അത് ഇൻറ്റു അപ്പോൾ തന്നെ i കിട്ടാൽ മതി. ക്ലിയർ ആയോ? ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, എനിക്കിങ്ങനെയൊക്കെ പെട്ടെന്നൊരു ഫോർമുല മനസ്സിലാക്കാതെ അപ്ലൈ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്റ്റെപ്പൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കും. മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യും? നമുക്ക് എല്ലാ സ്റ്റെപ്പും എപ്പോഴും എഴുതാൻ പറ്റില്ലല്ലോ. ക്വിക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് ഇത് ഓർത്ത് വെക്കുക. ഇത്രയും ഓർത്തെങ്കിൽ നമുക്ക് എന്താണ്, ഇത്രയും ഡിസ്കഷൻ കഴിഞ്ഞു. ഈ ചാപ്റ്ററും നമ്മൾ ഫിനിഷ് ചെയ്തു. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയിരുന്നു ഈ എൻ്റെ ഡിസ്കഷൻ. നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണം. അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് എന്താണ് ഫേവറബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ, ഡെഫിനറ്റ്ലി. ഓക്കെ, അതുപോലെ നമുക്ക് ഇനി ഒരു വീഡിയോ കൂടി ഞാൻ ഇടുന്നുണ്ട്. അത് കുറച്ച് ഇതിൻ്റെ അകത്തു നിന്നുള്ള മിസ്ലേനിയസ് ആയിട്ടുള്ള കുറച്ച് എക്സസൈസസ് നമുക്ക് ചെയ്ത് നോക്കിക്കൊണ്ട് പ്രീവിയസ് പ്രോബ്ലംസും പിന്നെ ടെക്സ്റ്റിലുള്ള എക്സസൈസും ആയിട്ടുള്ള എല്ലാ ഏരിയസിൽ നിന്നുള്ള എക്സസൈസിൻ്റെയും കൂടി ഒരു വീഡിയോയും കൂടി ഇടുന്നുണ്ട്. എക്സാമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ അറ്റൻഡിങ്.